വചനസാരം വചനസാരം. ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം തിരുസഭ മാതാവിനോട് ചേർന്ന് വിശുദ്ധ സുവിശേഷം ധ്യാനിക്കുമ്പോൾ ഈ സുവിശേഷ ഭാഗത്തിന് 2 തലക്കെട്ടുകളുണ്ട്. ഒന്ന് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ പറയുന്നതും, രണ്ടാമതായിട്ട് അപ്പോസ്തലന്മാരെ അയക്കുകയും ചെയ്യുന്നത്. 2 തലക്കെട്ടുകളുണ്ട്. പക്ഷേ ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ 9-ാം അധ്യായം 36-ാം വാക്യമാണ് എൻ്റെ ഹൃദയത്തെ തട്ടിയത്. ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി. ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുൻപ്, രോഗശാന്തി നൽകുന്നതിന് മുൻപ് ഈശോയ്ക്ക് ജനങ്ങളോട് തോന്നിയിരുന്ന ഒരു മനോഭാവമാണ്. എല്ലാ അത്ഭുതങ്ങളുടെയും ഒരു ആമുഖം, ഒരു പ്രിഫേസ് ആയിട്ട് ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നിയെന്ന് നമ്മൾ സുവിശേഷത്തിലൂടെ, ദൈവ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ദൈവം അനുകമ്പയുടെ ദൈവമാണ്. നമ്മുടെ കുറവുകളിലേക്ക്, നമ്മുടെ രോഗങ്ങളിലേക്ക്, നമ്മുടെ പരിഭ്രാന്തികളിലേക്ക്, നമ്മുടെ വീഴ്ചകളിലേക്ക്, നമ്മുടെ തളർച്ചകളിലേക്ക് അനുകമ്പയോടുകൂടി നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ശക്തിയുള്ള ദൈവം. ആ ദൈവത്തിൻ്റെ അനുകമ്പയും കരുണയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ വേണ്ടി ശ്രമിക്കാം. അതോടൊപ്പം ദൈവവിളി ഉണ്ടാകുവാൻ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവിളിക്കായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന വൈദികരെയും സന്യസ്തരെയും സുവിശേഷ വേല ഈശ്വനാഥൻ്റെ ഇഷ്ടപ്രകാരം സ്വർഗരാജ്യം ഭൂമിയിൽ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി, അവരുടെ ജീവിതം അവർ മാറ്റിവെക്കുവാൻ വേണ്ടി അവരുടെ നിയോഗങ്ങളെ, അവരുടെ ദൈവവിളിയെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഒരുക്കത്തോടെ, ഏറ്റവും പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. വചനസാരം വചനസാരം.